ഹൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അലോവേര വിത്ത് പൊട്ടറ്റോയുടെ ഒരു സോപ്പാണ് കേട്ടോ ചെയ്യുന്നത് അടുത്തായിട്ട്. അപ്പം നമുക്ക് ഓർഡറുള്ള സോപ്പ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് പൊട്ടറ്റോ അലോവേരയുടെ സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ പൊട്ടറ്റോയുടെയും അലോവേരയുടെയും ജ്യൂസ് എടുത്തു വെച്ചേക്കുന്നതാണ് കേട്ടോ. പൊട്ടറ്റോ നന്നായിട്ട് ചേർക്കാനായിട്ട് ഈ ടാൻ മുഖമൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത്, എനിക്ക് അളവ് കപ്പില്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ പിള്ളേർക്ക് മരുന്ന് കൊടുക്കുന്ന ഡെപ്പി ഉണ്ടല്ലോ, അപ്പം അതിനകത്തേക്ക് ഒരു 30 മില്ലിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുത്ത് ചേർക്കുമ്പോൾ മാക്സിമം നിങ്ങൾ അതിൻ്റെ ഒരേപോലെ ചേർക്കാൻ ശ്രമിക്കുക. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സോപ്പ് അലിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുണ്ട്, ഞെങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമുക്കൊരു വലിയ തിരിച്ചടിയായിരിക്കും, നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ സോപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പം നമുക്കത് നഷ്ടമാണ്. അപ്പം മൂന്നാമത്തേത് നമ്മൾ ചേർത്തു. ഒരു പൊടി ഇച്ചിരി കൂടെ മിച്ചമുള്ളൂ, അപ്പം ഞാനത് അതായിട്ട് ഇനിയും മിച്ചം വെക്കുന്നില്ല. അപ്പം അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികമായിട്ട് ആഡ് ചെയ്യണ്ട. ഇതിപ്പോൾ 40ഓളം അടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. 40 മില്ലിയോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റമിനിയുടെ ഡ്രോപ്സ് ചേർക്കാം. ഒരാളെ കൈ വെച്ചോണ്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നത് കേട്ടോ. അപ്പം അത് ചേർത്തു. ഗ്ലിസറിൻ ചേർത്തു. ഗ്ലിസറിന് ഇതിനകത്തേക്ക് ഒരടപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം 500 ഗ്രാം ബേസിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം മെയിനായിട്ട് നിങ്ങൾ സോപ്പ് കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സാധനങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു പ്രശ്നം ഭാവിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റ് കൊള്ളില്ല എന്നൊരു ഇതിൽ കൂട്ട് അതിൻ്റെ ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്നാ ചെയ്യണം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇത് എന്തെങ്കിലും ഐറ്റം നിങ്ങൾ ചേർക്കുന്ന എന്തെങ്കിലും ഐറ്റം ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണോ എന്നുള്ളത് അന്വേഷിച്ചറിയുക. അതിനുശേഷം മാത്രം നിങ്ങളത് ആഡ് ചെയ്യുക. പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഷിയ ബട്ടർ പോലുള്ള സോപ്പ് ബേസുകളിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഗ്ലിസറിൻ ബേസിനേക്കാളും നല്ലത് കുഞ്ഞു മക്കൾക്ക് ഏറ്റവും നല്ലത് ഷിയ ബട്ടർ പോലുള്ള സോപ്പ് ബേസുകളാണ്. അപ്പം അതിനകത്തേക്ക് പിള്ളേർക്കുള്ളതാണെങ്കിൽ നിങ്ങൾ അധികം സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം സ്മെല്ല് അത്യാവശ്യം കെമിക്കലാണ്. അപ്പം നിങ്ങൾ സ്മെല്ല് അധികം ആഡ് ചെയ്യാൻ പോകരുത്. പിള്ളേർക്കുള്ള സോപ്പുകളുടെ കാര്യമാണ് ഞാൻ ഈ പ്രത്യേകം പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ മാർക്കറ്റിലേക്ക് നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങളൊരു ഉദ്യമദാറിൻ്റെ ലൈസൻസ് എടുക്കണം. അത് ചെയ്യാൻ ഈ ചെറുകിട സംരംഭം തുടങ്ങുന്നതേ സ്റ്റാർട്ട് ചെയ്യുന്നതേ അത് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഓർഡർ ആയി തുടങ്ങി നിങ്ങൾക്ക് സാധനം പോകുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അലോവേരയുടെ ഇതെല്ലാം ചേർത്തു, ഗ്ലിസറിൻ ആഡ് ചെയ്തു, എല്ലാം സ്മെല്ലും ആഡ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ മസ്കിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മോൾഡിലേക്ക് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഫൈനലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പും ബേസും കാര്യങ്ങളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോർമലി നമുക്ക് 5 സോപ്പിനാണ് ഓർഡർ. ബാക്കി സോപ്പുകൾ നമ്മൾ ആവശ്യക്കാർക്ക് ചോദിക്കുന്നത് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പം നമ്മുടെ എടുത്ത് വിൽക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, നമ്മുടെ സാധനം എടുത്തിട്ട് കൊടുക്കുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിച്ചു കയറാൻ എളുപ്പമുണ്ട്. അപ്പം നമ്മുടെ പ്രോഡക്റ്റിനെ ആദ്യം ലോ കോസ്റ്റ് ചെയ്യാൻ നോക്കാതെ നിങ്ങൾ ആദ്യം ഒരു സംരംഭം തുടങ്ങുമ്പോഴത്തേനും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആദ്യം ഏത് സംരംഭം തുടങ്ങിയാലും നിങ്ങൾക്ക് ആ ഒരു സംരംഭത്തെ നിങ്ങൾക്ക് ആദ്യം ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾ ഭയങ്കരമായിട്ട് ലാഭം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യരുത്. ഏത് ബിസിനസ്സിലും നമ്മളൊരു ഇൻവെസ്റ്ററാണ്. ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാലക്രമേണ 1 വർഷത്തിനൊക്കെ ശേഷമേ നമ്മളൊന്ന് നന്നായിട്ട് പച്ച പിടിക്കുകയുള്ളൂ. അതുവരെ ചെറിയ ചെറിയ ലാഭം ഉണ്ടാവും, നല്ലൊരു ലാഭം കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യും, നമ്മൾ ആ സംരംഭത്തിൽ നിന്ന് ഇതിൽ നിന്ന് എനിക്ക് ലാഭമില്ല നിർത്തിച്ച് പോയേക്കാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. ഞാനൊക്കെ പലതവണ നമ്മൾ നിർത്തിയേക്കാമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ വീണ്ടും അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൈസ ഇറക്കിയതാണ്.
അപ്പോൾ എനിക്കത് തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോയി ഇപ്പം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ സാധനങ്ങൾ ഒരിക്കലും ഇരുന്ന് പോകുന്നില്ല. കടയിലാണെങ്കിലും നമ്മുടെ സാധനം കൊണ്ടുവെക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ നല്ല സത്യസന്ധമായിട്ടാണ് സാധനം കൊടുക്കുന്നത്. നമുക്കതിൽ ഒരു കള്ളത്തരവും മായോ ഒന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ ആദ്യം ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ സാധനം വിൽക്കാം. മറ്റാരെന്ത് നെഗറ്റീവ് പറഞ്ഞോട്ടെ, നിങ്ങൾ ഇറങ്ങുന്ന ഒരു ബിസിനസ്സിൻ്റെ മേഖലയിൽ ഒരുപാട് പേര് കാണാൻ നെഗറ്റീവ് പറയും. നിങ്ങൾ അങ്ങനെ ചെയ്ത് ഇതെന്നെ ഇത്ര വില, ഇത് ശരിയാവത്തില്ല, അത് ശരിയാവത്തില്ല, അങ്ങനെ 100 കുറ്റങ്ങളായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അവർ പറയാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട എന്താണെന്നറിയോ, നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധനത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പറ്റുന്നവരെടുത്താൽ മതി. നമുക്ക് കോസ്റ്റ്ലി ആവുന്ന സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ റേറ്റിന് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ബന്ധുക്കാർക്കല്ല. നിലവിൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്, അയലോക്കത്തുള്ളവർക്ക് കൊടുക്കരുത് പ്രധാനമായിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് നമ്മളെ എപ്പോഴും കാണുമ്പോൾ അത് പ്രശ്നം, ഇത് പ്രശ്നം, വില പ്രശ്നം, അതെനിക്ക് തേച്ചിട്ട് എനിക്ക് ചൊറി വന്നു, എനിക്ക് അങ്ങനെ പല നെഗറ്റീവ് കമൻസ് ഇടും പലരും. അതിന് വെച്ചാൽ നമ്മളൊരു സംരംഭം തുടങ്ങി ആ സംരംഭത്തെ വിജയിപ്പിക്കാനായിരിക്കില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ശ്രമിക്കുക. നമ്മുടെ പ്രോഡക്റ്റ് വിജയിപ്പിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അപ്പം അതിനകത്തേക്ക് വേറൊരാളെ അവരുടെ നെഗറ്റീവ് സൈഡിനെ ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് ഈ സാധനം വിറ്റ് പോകണം, നമുക്കിതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മുടെ സാധനം നമ്മൾ ഇട്ടേക്കുന്നൊരു വില, മാർക്കറ്റ് വില നമ്മൾ ഒരെണ്ണം നിശ്ചയിക്കണം. ആ വിലയ്ക്ക് നമ്മുടെ സാധനം കൊടുക്കുന്നുള്ളൂ. അതിന് മേടിക്കാൻ പറ്റുന്നവർ മേടിച്ചാൽ മതി. അങ്ങനെ ഒരു ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% സക്സസ് ആകാൻ പറ്റും. ഞാനിത് ഇതേക്കൂട്ട് ടോക്കൊന്നും അല്ല കേട്ടോ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന അങ്ങനത്തെ ഒരു ടോക്കൊന്നും അല്ല ഞാൻ പറഞ്ഞേ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. എനിക്കിറങ്ങിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഫസ്റ്റില്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കാണ് ഹൈ ലെവലിൽ കോസ്റ്റിലൊക്കെയാണ് സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ഈ പെർ പീസ് 45 രൂപ എന്നുള്ളൊരു റേറ്റിന് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിന് ലാഭമില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് അടക്കം എന്നോട് ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്, ഈ ലാഭമില്ലാത്ത പരിപാടി നീ മുന്നോട്ട് കൊണ്ടുപോകണോ, അത് ശരിയാവത്തില്ല. പക്ഷെ ഞാൻ അന്ന് എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തി എന്തെങ്കിലും ഒരിക്കലും എനിക്ക് വിജയിക്കാൻ പറ്റും. എനിക്ക് എന്തായാലും ഞാൻ തുടങ്ങിയൊരു സംരംഭം ഞാൻ നിർത്തത്തില്ല. അങ്ങനെ ഒരു മനസ്സിൻ്റെ ഒരു കരുത്ത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പം ഇന്ന് എനിക്ക് പറ്റുന്നത്രയും ഒരു 10 കിലോയുടെ സോപ്പ് എനിക്ക് ഇന്ന് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 1 വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടി ചെറുതായിട്ടാണ് കയറി വന്നത്. ചെറിയതായിട്ട് 1 കിലോ ചെയ്തു, 2 കിലോ ചെയ്തു, 4 കിലോ ചെയ്തു, പിന്നെ 5 കിലോ ആയി. ആ 5 കിലോ തന്നെ 3-4 കുറേ തവണ ചെയ്തു. 5 കിലോയുടെ സോപ്പ് നന്നായിട്ട് പോയി കഴിഞ്ഞപ്പോൾ 10 ആക്കി. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരണ്ടേ. അപ്പം നമുക്ക് നമ്മുടെ സാധനം ആവശ്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. ഒരിക്കലും കെട്ടിക്കേറി എൻ്റെ സാധനം വാങ്ങാവോ അങ്ങനെ ചോദിക്കുകയോ ചെയ്യരുത്. ഒരിടത്ത് പോയിട്ട് ഞാൻ ഇന്ന പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടോ, അത്രയും മതി. ഇപ്പോൾ ഒരു കുടുംബശ്രീ ചെലവാണ്, നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരോട് പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ അത്യാവശ്യം നല്ല രീതിയിലൊരു സാധനം, ഒരു സോപ്പ് ഇറക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു ഇതേക്കൂട്ട് പറയാം, നിങ്ങൾക്ക് അഭിപ്രായം പറയാം, വാങ്ങിച്ച് നോക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കാം. താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നവർക്ക് മാത്രം നമ്മുടെ സാധനം കൊടുക്കാം. ഒരിക്കലും കെട്ടിയേപ്പിച്ച് കൊടുക്കരുത്. കെട്ടിയേപ്പിച്ച് കൊടുത്താൽ നമ്മുടെ സാധനത്തിന് കുഞ്ഞാവ ഇവിടെ കിടന്ന് ഭയങ്കര പരിപാടികളാണ് കേട്ടോ. എന്നെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഇതെല്ലാം പിടിച്ച് ഇളക്കുവാണ്. അപ്പം നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പോരാത്തതിന് എൻ്റെ ഇളയിൽ ഒരാളിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പഴയ ഓരോരോ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ എപ്പോഴും നിങ്ങളൊരു ചിന്തിക്കേണ്ട മെയിൻ കാര്യം, നിങ്ങളൊരു ഇൻവെസ്റ്ററാണ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ആദ്യ ലാഭം പ്രതീക്ഷിക്കരുത്. അത്ര ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ലാഭം പ്രതീക്ഷിക്കില്ലെന്ന് പറഞ്ഞാൽ ചെറിയ ലാഭം കിട്ടും, വലിയ ലാഭങ്ങൾ. അതായത് ഞാൻ 1000 ഇറക്കി, എനിക്ക് 2000 അല്ലെ 2500 3000 കിട്ടണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. ആദ്യം നിങ്ങൾ 1000 ഇറക്കുക, അതിൽ നിന്ന് 1500 കിട്ടാൻ പാകത്തിന് അത് ആക്കുക. 500 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ടോ നോക്കുക. 500 രൂപ ലാഭം മതിയെന്നേ. നമുക്ക് ഒത്തിരി വലിയ സ്പീഡിൽ കയറി പോകണ്ട. നമുക്ക് പതിയെ നമ്മുടെ ബിസിനസ്സിനെ പരിചയപ്പെടുത്തി മുന്നോട്ട് പോയാൽ മതി. അപ്പം നമ്മുടെ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും. അതിന് നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മെയിൻ കാര്യം. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു അലോവേര പൊട്ടറ്റോയുടെ സോപ്പിൻ്റെ ലാസ്റ്റ് ഭാഗം നിങ്ങളെ ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.